Automotive Research Association of India, normally known as ARA. ഞാനിപ്പോൾ ARAയിൽ ഒരു ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് ഇപ്പോൾ കോളേജിൽ വന്നേക്കുവാണ്. ജനുവരി സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞങ്ങൾ ഇവിടുന്ന് വണ്ടി ട്രെയിൻ കയറി. കുറച്ച് ചലഞ്ച് ഫേസ് ചെയ്ത് ലാംഗ്വേജ് തന്നെയായിരുന്നു പൂനെ ചെന്നപ്പോൾ. More thankful to Providence College for giving me the chance. ഇന്ത്യയിലെ ഓട്ടോമോട്ടീവ് സെക്ടറിൽ നടക്കുന്ന എല്ലാ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രൊസീജിയേഴ്സും നമുക്ക് ARAയിലാണ് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുകയാണ്. അവിടെയാണ് ടെസ്റ്റിങ്ങിനെല്ലാം നടക്കുന്നത്. പുതിയ ഓരോ മോഡൽ വെഹിക്കിൾസ് വരുമ്പോൾ അത് ARA ടെസ്റ്റിങ്ങിന് വരാറുണ്ട്. മിനിസ്ട്രി ഓഫ് ഹെവി ഇൻഡസ്ട്രീസിൻ്റെ അണ്ടറിലുള്ള ഒരു ഓർഗനൈസേഷനാണ്. ARAയ്ക്ക് സൗത്ത് ഇന്ത്യയിൽ ആകൂടി മെമ്മോറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് MOU സൈൻ ചെയ്തേക്കുന്നത് പ്രൊവിഡൻസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗുമായിട്ട് മാത്രമാണ്. ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ജേർണി എന്ന് പറഞ്ഞാൽ ഫേസ് 1 ഞങ്ങളൊരു പ്രോജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുമായിരുന്നു. അത് ഒരു ഡെവലപ്മെൻറ്റ് ഓഫ് എനർജി സ്റ്റോറേജ് എന്ന് പറഞ്ഞ പോലെ ഈ സൈക്കിളിന് വേണ്ടിയിട്ട് എങ്ങനെ ഒരു ബാറ്ററി സ്റ്റോറേജ് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നായിരുന്നു ഞങ്ങളുടെ ഒരു അസംഷൻ അല്ലെങ്കിൽ ഞങ്ങളുടെ എയിം എന്ന് പറയാം. ആൻഡ് ഇപ്പോൾ ഞങ്ങൾ ആ ഫേസ് 1 ഇവിടെ നിന്ന് ഞങ്ങൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം സിമുലേഷൻ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ അത് കഴിഞ്ഞിട്ട് S8 ആയപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുമായിരുന്നു. ഞങ്ങൾക്ക് ഒരു ആഡ് ഓൺ കോഴ്സ് അവിടെ അറ്റൻഡ് ചെയ്യേണ്ടി ഉണ്ടായിരുന്നു. ഈ ആഡ് ഓൺ കോഴ്സ് ചെയ്ത ആൾക്കാരുടെ ഇടയിൽ ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഫൈനൽ ഇയർ പ്രോജക്റ്റ് ARAയിൽ കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത്. സോ അതിൻ്റെ ബേസിസിൽ ഞങ്ങൾക്ക് 2 ഫ്രം മെക്കാനിക്കൽ, ബാക്കി 2 പേര് ഇലക്ട്രിക്കലിൽ നിന്ന് ഞങ്ങൾ സെലക്ട് ചെയ്തു. അവിടെ ചെന്നിട്ട് ഒരാഴ്ച ഏകദേശം ഞങ്ങൾക്ക് റൂമെല്ലാം അറേഞ്ച് ചെയ്യാനെടുത്തു. കാരണം അവിടുന്ന് ലാംഗ്വേജ് ബാരിയർ ഒരു പ്രോബ്ലം ആയിരുന്നു. അറിയാവുന്ന ചെറിയ രീതിക്കുള്ള ഹിന്ദിയൊക്കെ വെച്ച് ഒന്ന് പിടിച്ചു നിൽക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷേ ലോക്കൽ ട്രാൻസ്പോർട്ടേഷനൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി ആ ഹിന്ദി അവിടെ അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല. അവർ കൂടുതലും മറാഠിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പിന്നെ പഠിച്ചെടുത്തു. മറാഠി പഠിച്ചെന്നല്ല, അവരെങ്ങനെയാണ് സർവൈവ് ചെയ്യേണ്ടതെന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചെടുത്തു. സോ ടെക്നിക്കലിലോട്ട് പോകുകയാണെങ്കിൽ ഞങ്ങൾ സിമുലേഷൻ പാർട്ടിൽ മാറ്റ്ലാബ് സിംലിംഗ് ഞങ്ങൾ യൂസ് ചെയ്തത് സോഫ്റ്റ്വെയർ. സോ അത് ഞങ്ങൾക്ക് കരിക്കുലത്തിൽ BTech കരിക്കുലത്തിൽ കുറച്ചേ ഉള്ളൂ, ബേസിക്സേ ഉള്ളൂ ലാബ് ചെയ്യാനായിട്ട്, പ്രാക്ടിക്കൽസ്. അവിടെ ചെന്നിട്ട് അതിൻ്റെ തന്നെ ഓൺ റാം കോഴ്സ് ഉണ്ട് മാറ്റ്ലാബിൻ്റെ. അവിടുത്തെ ക്യാമ്പസിൽ തന്നെ ഞങ്ങളുടെ ഫൈനൽ ഇയർ പ്രോജക്റ്റ് ചെയ്തു. മാർച്ച് ലാസ്റ്റ് ആയപ്പോൾ തിരിച്ച് നാട്ടിലെത്തി. അവിടുത്തെ ഓരോ സാറുമാരും നമ്മൾ ഈ ലെവലിൽ കാണുമ്പോൾ അവരൊരു എക്സ്ട്രീം ലെവലായിട്ട് കാണുമായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ഒരു ലെവലിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അതാണ് മെയിൻ എനിക്ക് തോന്നിയ കാര്യം. നമുക്കത് 1-2 മോഡൽസ് അടുത്ത് കാണാനും അതിൽ നടക്കുന്ന ടെസ്റ്റുകളെ പറ്റിയൊക്കെ അടുത്തറിയാനും സാധിച്ചു. പിന്നെ അറിയാലോ അവിടെ നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒന്നും ക്ലിപ്പിംഗ്സ് ഒന്നും കിട്ടത്തില്ല. More thankful to Providence College for giving me the chance.